െന്ന് വെച്ചാൽ അവരെ ഉദ്ദേശം വേറെയായിരുന്നു. അത് ഷാലുവിന്റെയും ഇവളെയും ഷാലുബയുടെ മാത്രമല്ല ഈ മുമ്പർ ഈ ഇവള് കള്ളിയ പൂരമൊക്കെ കള്ളിയാണ്. ഈ ക്യാമറ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണോ അല്ലെന്ന് ചോദിച്ച് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ദേവേർ ഈ കേസിൽ നാളെ ഒരാൾക്കും എന്റെ അടുത്ത് ഒരു തെറ്റിദ്ധാരണ തോന്നണ്ട. ഇവര് മുഴുത്ത ബട്ടുള്ള ആളാണ്. ഇതെനിക്ക് ആരോടായിരുന്നു. പിന്നെ അധികാരികളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുവാണെങ്കിലുണ്ടെങ്കിൽ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷാലു പേയാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ചാരിറ്റി പ്രവർത്തകനുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ധാരാളം ആളുകളെ അയാൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സഹായങ്ങളൊന്നും സ്വന്തം പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് കൊടുത്തിട്ടല്ല ചെയ്യുന്നത്. ആളുകളിൽ നിന്ന് പണം സ്വീകരിച്ച ശേഷം അത് അർഹതപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുന്നു എന്നാണ് ഷാലു പേയാട് പറയുന്നത്. നിരവധി ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീഡിയോസും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ കാണുന്നതാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം വന്ന വിവാദം നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു വയോധികനെ ഇദ്ദേഹം ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു. ഇതിനകത്ത് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എൽ അനിത, അവരുടെ പേരും ആരോപിക്കപ്പെടുന്നുണ്ട്. അതായത് ഈ ഒരു കുടുംബത്തിന് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്ത്, അതുകൂടാതെ ഷാലു പേയാടിന്റെ QR കോഡ് യൂസ് ചെയ്തും പണപ്പിരിവ് നടത്തി. ഏകദേശം 50,000 രൂപയാണ് ഈ പറയുന്ന കുടുംബത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നത്. ആ ഒരു തുക ഷാലു പേയാടിന് ഇവർ കൈമാറി. ഇതിനുശേഷം തങ്ങൾ വഞ്ചിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ ആ ഒരു കുടുംബം ഷാലു പേയാടിനോട് തങ്ങളുടെ പേര് പറഞ്ഞ് അദ്ദേഹം പിരിച്ച തുകയിൽ നിന്ന് ഒരു വിഹിതം ചോദിച്ചു. അതാണ് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആ ഒരു ദൃശ്യം ഒന്ന് കണ്ടു നോക്കാം. അതാര് അത് ഞാൻ അടിച്ചത് അടിച്ചാല് നമുക്കങ്ങോട്ട് ഇറങ്ങാൻ വാങ്ങിട്ടതാ. കഷ്ടം കേട്ടാ. അത് യാവായി അമ്മച്ചി തള്ളിയിട്ട് അടിക്കണ എല്ലാരും കൂടെ ഇട്ട് ചവിട്ടി നോക്ക്. ഷാലു പേയുടെ കൂടെ അവരിട്ട് തള്ളി, അവരെ ഇട്ട് കൊല്ലണേ. എന്തിനാൾക്കൂട്ടം എടുത്തിട്ട് അടിച്ചെന്ന് പറഞ്ഞ ചവിട്ടിയെന്ന് പറഞ്ഞ നിലത്തിട്ട്. കൊച്ചു നിങ്ങൾ എന്നായിരുന്നു നിലവിളി വെച്ച. സോ ഇതാണ് ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ. ഇതിന് ന്യായീകരണമായിട്ട് ഷാലു പേയാട് വന്നിട്ട് എന്തായാലും ഈ ഒരു വിഷയത്തിനകത്ത് ഷാലു പേയാട് എന്തൊരു ന്യായീകരണം പറഞ്ഞാലും അത് വിലപ്പോവില്ല. കാരണം മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തിന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. ഇദ്ദേഹം പിടിച്ച് തള്ളുന്നതിനിടയ്ക്കോ അവരെ നിലത്തിട്ട് വലിക്കുന്നതിനിടയ്ക്കോ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ 3 കുട്ടികൾ അനാഥരായി മാറിയേനെ. അതിനെക്കുറിച്ച് ഇയാൾ ചിന്തിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇദ്ദേഹം ഈ ഒരു കാര്യങ്ങളൊക്കെ നിസ്സാരവൽക്കരിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഷാലു പേയാട് നടത്തിയ പ്രതികരണങ്ങൾ കണ്ടു നോക്കാം. അത് കണ്ട ശേഷം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ദേവേർ ഈ കേസിൽ നാളെ ഒരാൾക്കും എന്റെ അടുത്ത് ഒരു തെറ്റിദ്ധാരണ തോന്നണ്ട. ഇവര് മുഴുത്ത ബട്ടുള്ള ആളാണ്. ഇതെനിക്ക് ആരോടായിരുന്നു. പിന്നെ അധികാരികളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുവാണെങ്കിലുണ്ടെങ്കിൽ ഈ 3 മക്കള് ഇവരവിടെ സേഫ് അല്ല. ഇവരെന്തുവേണം ചെയ്യും. നിങ്ങൾ എവിടെയെങ്കിലും ഇവരെ ഒന്ന് സേഫ് ആക്കി മാറ്റിയില്ലെങ്കിൽ ഈ 3 കൊച്ചു പിള്ളേരെ ഇവരെ കൊല്ലും, ഉറപ്പാണ്. നമ്മളിത് എങ്ങനെയെങ്കിലും സർക്കാർ സെറ്റപ്പിൽ ഇവരെ മാനസികാരോഗ്യത്തിൽ എത്തിക്കണം. അതുപോലെ തന്നെ ഈ 3 പിള്ളേരെ ചൈൽഡ് ലൈനിൽ എവിടെയെങ്കിലും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് തൊട്ടടുത്തുള്ള ആരൊക്കെ വന്നിട്ട് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് രാഷ്ട്രീയം കേട്ടത്. എന്റെ പൊന്ന് സഹാക്കന്മാരെ, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ. സോ ഇതിനകത്ത് രാഷ്ട്രീയം കുത്തിക്കയറ്റരുത് എന്നാണ് ഷാലു പേയാട് പറഞ്ഞത്. ഓക്കെ, രാഷ്ട്രീയം കുത്തിക്കയറ്റുന്നില്ല. പക്ഷെ ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ ഒരു കുടുംബത്തിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വെച്ച് നടത്തിയ ആ ക്രൗഡ് ഫണ്ടിങ്, അതിനകത്ത് എങ്ങനെ നിങ്ങളുടെ QR കോഡ് വന്നു? അതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ ഒരു കുടുംബത്തിന് ലഭിച്ച 50,000 രൂപ അവർ നിങ്ങൾക്ക് കൈമാറി. ആ 50,000 രൂപ നിങ്ങൾ എന്തിന് ചെലവഴിച്ചു? ഇവരുടെ പേരിൽ എത്ര രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു? ഈ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ മറുപടി വന്നിട്ടില്ല. ഇതിന്റെ അവസാനം ഞാൻ വെക്കുന്നുണ്ട് കൃത്യമായിട്ട് ആ ഒരു QR കോഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഈ ചാരിറ്റി എന്ന് പറയുന്നത് എല്ലാവരും കരുതുന്ന പോലെ നന്മമരം കളിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇവർ ചെയ്യുന്ന കാര്യമല്ല. ഈ മനുഷ്യരോടുള്ള സ്നേഹം മൂത്തും ചെയ്യുന്നതല്ല. ചാരിറ്റി എന്ന് പറഞ്ഞാൽ
നമ്പർ 1 ബിസിനസ്സാണ് ഇന്ന് കേരളത്തിൽ. നമുക്കറിയാം ധാരാളം നന്മമരങ്ങൾ ഉണ്ടായിരുന്നു. ആ നന്മമരങ്ങളെല്ലാം നമ്മൾ എക്സ്പോസ് ചെയ്ത് വിട്ടിട്ടുള്ളതാണ്. ഈ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇവർ നടത്തുന്ന പിരിവ്, ഈ പിരിവിൽ നിന്ന് 10% മുതൽ 20% വരെ കമ്മീഷൻ ഇവർ എടുക്കുന്നുണ്ട്. എടുത്ത ശേഷം മാത്രമാണ് ഈ അർഹതപ്പെട്ടവർക്ക് ഒരു എമൗണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 10 ലക്ഷം രൂപ ആവശ്യമുള്ളവർക്ക് ഒരു 15 ലക്ഷം രൂപ വരികയാണെങ്കിൽ ഇവരുടെ കമ്മീഷൻ പോയിട്ട് ബാക്കി എമൗണ്ട് കൊടുത്തിട്ട് ആ ബാക്കി തുക മറ്റ് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വാങ്ങിക്കൊണ്ട് പോകും. അത് അവർക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. അതായത് സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ ചാരിറ്റിയുടെ പേരിൽ നടക്കുന്നത് സർവത്ര തട്ടിപ്പാണ്. നമുക്കറിയാം ധാരാളം ഹോസ്പിറ്റലുകളിൽ ഈ പറയുന്ന ചാരിറ്റി സംഘടനകൾ ഭക്ഷണം വിതരണം ചെയ്യാറുണ്ട്. ഒരു ദിവസത്തെ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ വരെ പിരിവെടുക്കുന്ന സംഘടനകൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. ഈ 1 ലക്ഷം രൂപ പിരിവെടുത്ത ശേഷം ഇവർ കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം ലാഭം കൊയ്യാൻ പറ്റുന്ന ബിസിനസ് എന്ന് പറയുന്നത് ചാരിറ്റിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു ഫണ്ട് അയച്ചു കൊടുക്കുന്ന ആളുകൾ ഇവരോട് ചോദിക്കാറില്ല നിങ്ങൾ ആ പണം കൃത്യമായിട്ട് വിനിയോഗിച്ചോ, അവർക്ക് അതുകൊണ്ട് ഉപകാരപ്പെട്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, നിങ്ങൾ ചിലവാക്കിയ തുക, അതിന്റെ ബില്ല്, ഈ കാര്യങ്ങളൊന്നും ഇവർക്ക് പണം അയച്ചു കൊടുക്കുന്ന ആരും ചോദിക്കാറില്ല. അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ല. പക്ഷെ ക്രൗഡ് ഫണ്ടിങ്ങിനൊക്കെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്, അതൊന്നും തന്നെ പാലിക്കപ്പെടാറില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾക്കൊരാളെ സഹായിക്കണമെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് സഹായിക്കണം. അല്ലാതെ മറ്റുള്ളവന്റെ പോക്കറ്റിലിരിക്കുന്ന ക്യാഷ് കണ്ടിട്ട് നിങ്ങൾ ചാരിറ്റി പ്രവർത്തനം നടത്താനായിട്ട് ഇറങ്ങി പുറപ്പെടരുത്. ഷാലു പേയാടിന് ആരെങ്കിലും സഹായിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് ക്യാഷ് എടുത്ത് ചെലവാക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ചെലവാക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതിനുള്ള കണക്കുകളും കാര്യങ്ങളും ഈ പബ്ലിക്കിനെ കാണിക്കേണ്ട ബാധ്യസ്ഥനാണ്. ആ കാര്യം നിങ്ങൾ മറക്കരുത്. എന്തായാലും നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കാണാം. അവരുടെ കയ്യിൽ നിൽക്കില്ല. ഇന്നിപ്പോ ഇവിടെ വന്നപ്പോ എന്നെ തള്ളക്കി പിടിച്ചു. എനിക്ക് അതൊന്നും കുഴപ്പമില്ല, എന്നെ തള്ളക്കി പിടിച്ചത്. എന്നെ അടിക്കാൻ വേണ്ടി, എറിയാൻ വേണ്ടി കല്ല് എടുത്ത് വന്നിരിക്കുന്നത്. ഈ കാണുന്ന കല്ലെടുത്താണ് ഇവരെന്നെ എറിയാൻ വേണ്ടി വന്നത്. ഞാൻ ഇവിടെ നാട്ടുകാരെല്ലാം കണ്ടുപിടിക്കുകയാണ്. ഈ കാണുന്ന കല്ലെടുത്താണ് ഇവരെന്നെ എറിയാൻ വേണ്ടി വന്നത്. നിങ്ങൾ പറ, ഞാൻ പിടിച്ചു മാറ്റിയാൽ എന്താണ്? ഈ കല്ല് അമ്മച്ചിക്ക് എടുക്കാനുള്ള ആരോഗ്യം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളെ കല്ലെറിയേണ്ടി വന്നു, നിങ്ങൾ അന്നേരം പിടിച്ച് തള്ളി, ഓക്കെ. അതിനിടയ്ക്ക് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു നിൽക്കാം. നിലത്ത് വീണ് കിടക്കുന്ന ഒരു സ്ത്രീയെ വീണ്ടും മർദ്ദിക്കുക എന്ന് പറയുന്നത് അത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്ന കാര്യം നിലനിൽക്കില്ല. കാരണം അവർ നിലത്ത് കിടക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ആ വീഡിയോയ്ക്കത് കാണാം. അങ്ങനെ ഒരു അതിക്രമം നടത്തിയിട്ട് നിങ്ങൾ അതിനെ ന്യായീകരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും അത് അംഗീകരിച്ച് തരാണ്ട് പറ്റില്ല ഷാലു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കുറേയധികം കോൺട്രവേഴ്സികൾ പുറത്തോട്ട് വരുന്നുണ്ട്. സ്ഥലം MLA ആയിട്ടും നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പുമായിട്ടൊക്കെ നല്ല അടുത്ത ബന്ധമുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ തൊടാണ്ട് പോലീസിന് ഒരു മടി കാണും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീയെ മാനസിക രോഗിയാക്കി നിങ്ങൾ ചിത്രീകരിച്ചാലും അത് വാലിഡായിട്ട് നിലനിൽക്കും. എന്തായാലും അങ്ങനെയൊന്നും ചെയ്ത് കളഞ്ഞേക്കരുത്. ആ കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാതെയായി പോകും. അത് നിങ്ങൾ അനാഥാലയത്തിൽ കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് ഇത്ര തിടുക്കം കാണിക്കരുത് കേട്ടോ. അതിന് മുൻപ് നമുക്ക് ഈ ഒരു സാധനം കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഷാലു പേയാടിനെ ന്യായീകരിച്ച് നമ്മുടെ കൊങ്ങി അടിമ കൂട്ടങ്ങൾ നമ്മുടെ കമന്റ് ബോക്സുകളിൽ വന്ന് മെഴുകുകയാണ്. ചേച്ചി എന്തറിഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്തത്, ചേച്ചി എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് എന്നൊക്കെയാണ് അവരുടെ ചോദ്യം. അവരോടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഷാലു പേയാട് എന്ന് പറയുന്ന നന്മമരം ഈ ശാന്ത എന്ന് പറയുന്ന ചേച്ചിയെ വെച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ വെച്ച് നൽകണമെന്നും അതിനുവേണ്ടി നമ്മളെപ്പോലെയുള്ള നാട്ടുകാർ സഹായിക്കണമെന്നും പറഞ്ഞിട്ട് ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഫുൾ ലെങ്തിലൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് അടിച്ച് അടിച്ച് കളയും. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്കൊരു വീട് ഇവർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അമ്മയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തേക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ നമുക്ക് കൃത്യമായിട്ട് എത്രയും പെട്ടെന്ന് ഇവർക്കൊരു വീട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചാരിറ്റി ആവശ്യപ്പെടുമ്പോ ഈ ബാങ്ക് ഡീറ്റെയിൽസ് ശാന്തകുമാരിയുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. എന്നാൽ ലാസ്റ്റ് കൊടുക്കുന്ന ഒരു ബാർകോഡ് ഉണ്ട്, അത് അണ്ണന്റെ സ്വന്തം ബാർകോഡാണ്. എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വാങ്ങില്ലെന്ന് 100 തവണ പറഞ്ഞിട്ടുള്ള ചേട്ടൻ ഇപ്പൊ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അത്ര എന്ത് വെടുപ്പായിട്ടാണ് ലാസ്റ്റ് സ്വന്തം ബാർകോഡ് ഈ അണ്ണൻ കൊടുത്തിരിക്കുന്നത്. ഈ ചാരിറ്റബിൾ ട്രസ്റ്റിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഇവിടെ സംഭവിച്ചത് ഈ ശാന്ത എന്ന് പറയുന്ന ചേച്ചിയുടെ അക്കൗണ്ട് നമ്പറിലേക്ക് 50,000-ൽ മുകളിൽ പൈസ വന്നിട്ടുണ്ട്. ഈ ചേച്ചി ഈ പൈസ എടുത്ത് ഷാലു പേയാടിന്റെ കയ്യിൽ നൽകിയിട്ടുണ്ട്. ബാക്കി പൈസ ഷാലു പേയാടിന്റെ അക്കൗണ്ടിലേക്കാണ് വന്നിട്ടുള്ളത്.
വീട് വെപ്പൊന്നും നടക്കാത്തതുകൊണ്ട് ചേച്ചിയുടെ വീഡിയോ കാണിച്ചുകൊണ്ട് ഉണ്ടാക്കിയ പൈസയുടെ ഒരു പങ്ക് ചോദിച്ചു. അത് ശാലു പേയാടിനും അനിത എൽ എന്ന് പറയുന്ന മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഈ സ്ത്രീ ആ വീട് വിട്ട് പോകാൻ തയ്യാറാവാത്തത് കൊണ്ട് നിലവിലെ നമ്മുടെ നേമം ബ്ലോക്കിലെ മെമ്പറായ എൽ അനിതയും ശാലു പേയാടും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിൽ പോയി സ്വാഭാവികമായും MR ബൈജുവിന്റെ ഏറ്റവും അടുത്തയാള്, നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കും ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, അവർക്ക് പോലീസ് സ്റ്റേഷനിൽ കിട്ടേണ്ട പരിഗണന കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരു സ്ത്രീ, വിദ്യാഭ്യാസമോ വേണ്ടത്ര പരിഗണനയോ ഒന്നും കിട്ടിയിട്ടില്ലാത്ത ഒരു സ്ത്രീ, അവർ സർവ്വതും നഷ്ടപ്പെടും, ആകപ്പാടെയുള്ള അവസാനത്തെ സ്കോപ്പ് നഷ്ടപ്പെടും എന്ന് അറിയുമ്പോൾ തീർച്ചയായും പ്രതികരിക്കും. അവരെ അവിടെ നിന്ന് ഒഴിവാക്കി നിന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി 3 കുട്ടികളെ ഇതുവരെ നോക്കി. എത്രയോ കുട്ടികളെ അമ്മമാർ കൊല്ലുന്ന കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ 3 കുട്ടികളെയും നോക്കി അവർ ഇനി എവിടെ കിടന്നിട്ടാണെങ്കിലും ജീവിച്ചു പോകുന്നത്. അവരെ ഒരു ഭ്രാന്തിയാക്കി ചിത്രീകരിച്ചിട്ട് ആ കുട്ടികളെ അനാഥാലയത്തിൽ ഏൽപ്പിക്കണമെന്നാണോ നിന്നെ പോലെയുള്ള പറയുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുടുംബത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നല്ല രീതിക്ക് ക്യാഷ് ഉണ്ടാക്കി. അതായത് ഇവരുടെ അക്കൗണ്ടിലേക്ക് ആകപ്പാടെ 50,000 രൂപയെ വന്നിട്ടുള്ളൂ. ആ പണം അങ്ങ് മേടിച്ചെടുത്തു. അതുകൂടാതെ ഈ ഒരു QR കോഡ് പരിപാടി നമുക്കറിയാം. സാധാരണ ഇതിൽ ഈ അക്കൗണ്ട് നമ്പർ IFSC കോഡ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ മടിയുള്ള മലയാളികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഈ പറഞ്ഞ QR കോഡിനാണ്. അതങ്ങ് സ്കാൻ ചെയ്യും, പണം അയച്ചു കൊടുക്കും. അങ്ങനെ എത്ര രൂപ ഇയാളുടെ കീശയിൽ വന്നിട്ടുണ്ടാവും. ഈ ഒരു കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് പണപ്പിരിവ് നടത്തിയ ശേഷം ആ ഒരു കുടുംബത്തെ ഇയാൾ വഞ്ചിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ആ ഒരു കുടുംബം തങ്ങളെ വിറ്റ് ഇയാൾ ഉണ്ടാക്കിയ ക്യാഷിൽ നിന്ന് ഒരു എമൗണ്ട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ ആ ഒരു സ്ത്രീയെ മാനസിക രോഗിയാക്കി അവരെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അടയ്ക്കുവാണ്ട് പരിശ്രമിക്കുന്നു. ആ കുട്ടികളെ ചൈൽഡ് ലൈൻ കൈമാറാണ്ട് ശ്രമിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണ്! ഒരു കുടുംബത്തെ ഒന്നടങ്കം നശിപ്പിക്കാനുള്ള പരിശ്രമമാണ് ഈ ഒരു നന്മ മരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഒരു നിയമം ഉണ്ടാക്കണം. ഈ കണ്ട അണ്ടനും അടകോടനും ഒക്കെ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ഉണ്ടാക്കുന്നത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. 2 വീഡിയോ ഇട്ട് ഇവനൊക്കെ നന്മമരം കളിക്കും. അതിപ്പോൾ ചാരിറ്റിയുടെ പേര് പറഞ്ഞ് ട്രസ്റ്റ് തുടങ്ങി നല്ല രീതിക്ക് പണപ്പിരിവ് നടത്തും. ഇവന്റെയൊക്കെ പള്ള വീർക്കും. ഈ നാട്ടിലുള്ള സാധാരണക്കാരൻ അന്നും ഇന്നും സാധാരണക്കാരനായിട്ട് തുടരും. ഇങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. ഇതിനൊക്കെ ഒരു തടയിടണം, അല്ലെങ്കിൽ ഇനിയും ഈ കാര്യങ്ങളൊക്കെ ആവർത്തിക്കും. എന്തായാലും എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു 10 രൂപ സഹായം ആർക്കെങ്കിലും ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഇടനിലക്കാരനും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് അവരെ സഹായിക്കുക. അല്ലാതെ ഇമാതിരി ഫ്രോഡുകൾക്ക് ആർക്കും പണം അയച്ചു കൊടുക്കരുത്. സോ ഗൈസ്, ഇത്രയോട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.